എവരിവൺ, വെൽക്കം ടു എഡ്ഫിൽ ലേണിംഗ്. എഡ്ഫിലിൻ്റെ എൻലൈറ്റ് എന്ന് പറയുന്ന ഫ്രീ കോഴ്സിൻ്റെ ക്ലാസ്സസ് അല്ലെങ്കിൽ സീരീസിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതിൽ സൈക്കോളജിക്കൽ ടെസ്റ്റിങ്ങിൻ്റെ PYQ അനാലിസിസിൻ്റെ ബേസിൽ നമ്മൾ 4 പാർട്ടുകൾ കവർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ 5ാമത്തെ പാർട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമ്മൾ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് ഐറ്റം ഡിഫിക്കൽറ്റി, ഐറ്റം ഡിസ്ക്രിമിനബിലിറ്റി, ഐറ്റം റിലയബിലിറ്റി, ഐറ്റം വാലിഡിറ്റി, ഈ മെയിനായിട്ട് ഈ 4 കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ ബ്രീഫായിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കൂടാതെ കുറച്ചും കൂടി സൈക്കോളജിക്കൽ ടെസ്റ്റിങ്ങിന് തന്നെ കുറച്ചും കൂടി എളുപ്പമുള്ള ഒരു ഭാഗത്തു നിന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ ഫസ്റ്റ് PYQ. Which of the following characteristics of test determines whether the people who have done well on particular items have also done well on the whole test? ജനുവരി 2025 ചോദിച്ച ചോദ്യമാണ്. അപ്പം ഈ പറയുന്നതിൽ ഏത് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, നമ്മളുടെ ടെസ്റ്റിൻ്റെ ഏത് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് അയാളുടെ ഒരു പെർട്ടിക്കുലർ ഐറ്റംസ് അയാൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അയാൾക്ക് ഓൾ ടെസ്റ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ്, ടെസ്റ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഇതിലേതിലാണ് ഉള്ളത് എന്നാണ് പറയുന്നത്. സോ ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ഐറ്റം ഡിഫിക്കൽറ്റി, ഐറ്റം ഡിസ്ക്രിമിനബിലിറ്റി, ഐറ്റം റിലയബിലിറ്റി, ഐറ്റം വാലിഡിറ്റി. സോ ഈ 4 ഓപ്ഷൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഐറ്റം ഡിഫിക്കൽറ്റി. ഐറ്റം ഡിഫിക്കൽറ്റി ടെൽസ് us how easy or hard an item is. അപ്പം എത്രത്തോളം ഒരു ഐറ്റം അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ, നമ്മളുടെ ക്വസ്റ്റ്യനാറിൻ്റെ ഒരു ഐറ്റം അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ എത്രത്തോളം ഈസി ആണ് അല്ലെങ്കിൽ ഹാർഡ് ആണ് എന്ന് മനസ്സിലാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് എന്ത്, ഐറ്റം ഡിഫിക്കൽറ്റി. പേര് പോലെ തന്നെ നമ്മളുടെ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഐറ്റം എത്രത്തോളം ഈസിയാണ് അല്ലെങ്കിൽ എത്രത്തോളം ഹാർഡ് ആണ് എന്ന് മനസ്സിലാക്കി തരുന്നതാണ് എന്ത്, ഐറ്റം ഡിഫിക്കൽറ്റി. സോ ഇതിനൊരു ഫോർമുല ഉണ്ട്. P=R/T ആണ് നമ്മളുടെ ഫോർമുല വരുന്നത്. വേർ P is the item difficulty index. P എന്ന് പറയുന്നത് ഐറ്റം ഡിഫിക്കൽറ്റി ഇൻഡെക്സ് ആണ്. R എന്ന് പറയുന്നത് കറക്റ്റ് റെസ്പോൺസസും T എന്ന് പറയുന്നത് ടോട്ടൽ റെസ്പോൺസസും ആണ്. അതായത് R എന്ന് പറയുന്നത് ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹു ആൻസേർഡ് ദ ഐറ്റം കറക്റ്റ്ലി, നമ്മളുടെ ഐറ്റത്തിൽ എത്ര കറക്റ്റായിട്ട് ആൻസർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് എന്ത്, R എന്ന് പറയുന്നത്. T എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹു അറ്റംപ്റ്റഡ് ദ ഐറ്റം, ആ ഒരു ഐറ്റം എത്ര ആൾക്കാർ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ടീനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ നോക്കുകയാണെന്ന് വെച്ചാൽ, സപ്പോസ് 100 സ്റ്റുഡൻസ് അറ്റംപ്റ്റ് എ ക്വസ്റ്റ്യൻ. അപ്പോൾ ഒരു ഐറ്റം അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ഒരു 100 സ്റ്റുഡൻസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. അതിൽ 80 സ്റ്റുഡൻസ് ഗോട്ട് ഇറ്റ് റൈറ്റ്. അപ്പം എന്താണ് P വരിക? P=R/T. R എന്ന് പറയുന്നത് അപ്പം 80 സ്റ്റുഡൻസ് ആണ്. റെസ്പോൺസ് കറക്റ്റ് ആയിട്ടുള്ളവർക്ക് ബൈ 100 ആണ് വരിക. അപ്പം എന്താ വരിക? 0.80 എന്നുള്ളതാണ് എന്ത്, P കിട്ടുക. അതായത് ഈസി. 0.80 എന്ന് പറയുന്നത് ഹൈ നമ്പർ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ്, ഹൈ വാല്യൂ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഓക്കെ ആ ഒരു ഐറ്റം ഈസി ആയിട്ട് കിട്ടുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അപ്പം 30 സ്റ്റുഡൻസ് ഗോട്ട് ഇറ്റ് റൈറ്റ്. ആകെ 30 ആൾക്കാർക്ക് മാത്രമേ അത് ശരിയായിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ P എന്താണ്? 0.30. അതിനർത്ഥം എന്താണ്, ആ ഒരു ഐറ്റം ഡിഫിക്കൽട്ട് ആണ് എന്നുള്ളതാണ്. അപ്പം ഒരു ഐറ്റം ഡിഫിക്കൽട്ട് ആണോ ഈസി ആണോ എന്ന് മനസ്സിലാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് എന്ത്, ഐറ്റം ഡിഫിക്കൽറ്റി എന്ന് പറയുന്നത്. So it only shows how many people got it right, not whether high scorers and low scorers perform differently. ഈ ഒരു ഐറ്റം ഡിഫിക്കൽറ്റി എന്ത് മാത്രമേ കാണിച്ചു തരുള്ളൂ, നമുക്ക് എത്ര ആൾക്കാർക്ക് അത് കറക്റ്റായിട്ട് കിട്ടി എന്നുള്ളത് മാത്രമേ കാണിച്ചു തരുള്ളൂ. അല്ലാതെ ഒരു ഡിസ്ക്രിമിനേഷൻ നടത്താനായിട്ട് അല്ലെങ്കിൽ ഹൈ സ്കോർസും ലോ സ്കോർസും അല്ലെങ്കിൽ എത്ര ആൾക്കാർ ഹൈ സ്കോർ ചെയ്തു എത്ര ആൾക്കാർ ലോ സ്കോർ ചെയ്തു എന്നുള്ള ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ ഡിഫറൻഷിയേഷൻ ഒന്നും തന്നെ നമുക്ക് ഈ ഒരു ഐറ്റം ഡിഫിക്കൽറ്റിയിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. So it does not tell us if people who did well on the item also did well on the full test. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഓപ്ഷൻ എന്താണ്, തെറ്റാണ്. അപ്പം ഈ ഒരു ഓപ്ഷൻ അല്ല നമ്മളുടെ ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് വൺ എന്താണ്, ഐറ്റം ഡിസ്ക്രിമിനബിലിറ്റി. അപ്പം ഐറ്റം ഡിസ്ക്രിമിനബിലിറ്റി ഓർ ഡിസ്ക്രിമിനേഷൻ ഇൻഡെക്സ് എന്നും പറയുന്നുണ്ട്, ഐറ്റം ഡിസ്ക്രിമിനേഷൻ ഇൻഡെക്സ് എന്നും പറയുന്നുണ്ട്. ടെൽസ് us how well an item separates the good test takers, high scorers from the poor test takers. അപ്പം എത്രത്തോളം ഒരു ഐറ്റം എത്രത്തോളം ആൾക്കാർക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, കൂടാതെ മോശമായിട്ട് ചെയ്ത് പുവർ ടെസ്റ്റ് ടേക്കേഴ്സ് ഉണ്ടാവും, ഗുഡ് ടെസ്റ്റ് ടേക്കേഴ്സ് ഉണ്ടാവും. അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് എന്ത്, ഐറ്റം ഡിസ്ക്രിമിനബിലിറ്റി. So in other words, if high scoring students also get that item right and low scoring students get it wrong, then that item discriminates well. അതായത് നമുക്കിപ്പോൾ
ഒരു ഐറ്റം ഉണ്ടെന്ന് വിചാരിക്കുക. അതിൽ ഹൈ സ്കോറിംഗ് സ്റ്റുഡൻസിന് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഐറ്റം റൈറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കൂടാതെ ലോ സ്കോറിംഗ് സ്റ്റുഡൻസിന് അത് മോശമായിട്ട്, അല്ലെങ്കിൽ അവരുടെ പെർഫോമൻസ് പുവർ ആയിട്ടാണ്, അല്ലെങ്കിൽ അത് റോങ് ആയിട്ടാണ് കിട്ടുന്നുണ്ടെങ്കിൽ ആ ഒരു ഐറ്റം നല്ല രീതിയിൽ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പം അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 50 മാർക്ക് ടെസ്റ്റ് ആണ് നടത്തുന്നതെന്ന് വിചാരിച്ചോ. അതിൽ ടോപ്പ് 25% ഓഫ് സ്റ്റുഡൻസ്, അതായത് ഹൈ സ്കോറേഴ്സ് ആയിട്ടുള്ള ടോപ്പ് 25%-ന് 90% ഓഫ് ദം ഗോട്ട് ക്വസ്റ്റ്യൻ 5 കറക്റ്റ്. അപ്പം ഒരു ക്വസ്റ്റ്യൻ 5 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 50 മാർക്ക് ടെസ്റ്റിൽ ഒരു ക്വസ്റ്റ്യൻ 5 ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു ഐറ്റം ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, അതിലൊരു 25% ഹൈ സ്കോറേഴ്സിൽ ഒരു 25% ആൾക്കാർ ഹൈ സ്കോറേഴ്സ് ആണെന്ന് വിചാരിക്കുക. അതിലൊരു 90% ആൾക്കാർക്ക് ആ ക്വസ്റ്റ്യൻ 5 എന്ത് ചെയ്യാണ്, കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുക. കൂടാതെ ബോട്ടം 25% ലോ സ്കോറിൽ വരുന്ന 25%-ൽ ഓൺലി 10% ഗോട്ട് ക്വസ്റ്റ്യൻ 5 കറക്റ്റ്. അതായത് 90% ആൾക്കാർക്കും അത് തെറ്റായിട്ടാണ് കിട്ടിയത്, അല്ലെങ്കിൽ 10% ആൾക്കാർക്ക് മാത്രമേ ആ ഒരു ക്വസ്റ്റ്യൻ നമ്പർ 5 എന്തായിട്ടുള്ളൂ, ശരിയായിട്ട് കിട്ടിയിട്ടുള്ളൂ, അല്ലെങ്കിൽ ആ ഒരു ഐറ്റം കറക്റ്റ് ആക്കാനായിട്ട് പറ്റിയിട്ടുള്ളൂ എന്ന് വിചാരിക്കാം. ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ദാറ്റ് മീൻസ് ക്വസ്റ്റ്യൻ 5 ഹാസ് ഹൈ ഡിസ്ക്രിമിനേഷൻ. അപ്പോൾ എന്താണ്, ആ ഒരു ഐറ്റത്തിന് അല്ലെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻ 5 എന്താണ്, ഹൈ ഡിസ്ക്രിമിനേഷൻ ഉള്ളതാണ്. ഇറ്റ് സെപ്പറേറ്റ്സ് ദ സ്ട്രോങ് ഫ്രം ദ വീക്ക്. അതിന് പുവറിൽ നിന്നും അല്ലെങ്കിൽ ഗുഡ് ടേക്കേഴ്സിലേക്ക്, അല്ലെങ്കിൽ വീക്കിൽ നിന്നും സ്ട്രോങ് ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടെന്നാണ് പറയുന്നത്. ബട്ട് ഇഫ് ബോത്ത് ടോപ്പ് ആൻഡ് ബോട്ടം സ്റ്റുഡൻസ് ഗോട്ട് ക്വസ്റ്റ്യൻ 5 കറക്റ്റ്, ഇറ്റ് കാൺ ഡിസ്ക്രിമിനേറ്റ്, ഇറ്റ്സ് എ പുവർ ഐറ്റം. അപ്പം രണ്ടാൾക്കും, അതായത് ഗുഡ് ടെസ്റ്റ് ടേക്കേഴ്സിനും പുവർ ടെസ്റ്റ് ടേക്കേഴ്സിനും ഒരേപോലെ ആ ഐറ്റം കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു ഐറ്റം എന്തല്ല, നല്ല രീതിയിൽ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ഓപ്ഷൻ വന്നതാണ് എന്ത്, ഐറ്റം റിലയബിലിറ്റി. ഐറ്റം റിലയബിലിറ്റി ഷോസ് ഹൗ കൺസിസ്റ്റൻ്റ്ലി ആൻഡ് ഐറ്റം മെഷേഴ്സ് സംതിങ്. അതായത് നമ്മളുടെ ഐറ്റം എത്ര കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു സാധനത്തിന് മെഷർ ചെയ്യുന്നുണ്ട്, അതെന്തോ ആയിക്കോട്ടെ, അതിന് എത്ര കൺസിസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഐറ്റം റിലയബിലിറ്റി. സോ ഇഫ് ദ സെയിം പേഴ്സൺ ടുക്ക് ദ ടെസ്റ്റ് ട്വൈസ് ആൻഡ് നത്തിങ് ചേഞ്ച്, എ റിലയബിൾ ഐറ്റം വുഡ് ഗിവ് ദ സെയിം റിസൾട്ട് ബോത്ത് ടൈംസ്. അപ്പം നിങ്ങൾ സൈക്കോളജി പഠിക്കുന്നതിൽ, അല്ലെങ്കിൽ റിസർച്ചിൻ്റെ സ്ഥലത്തേക്ക്, അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ടെസ്റ്റിങ്ങിൻ്റെ ഭാഗത്തേക്ക് എപ്പോൾ നിങ്ങൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾ കേൾക്കുന്ന 2 വാക്കുകളായിരിക്കും റിലയബിലിറ്റിയും വാലിഡിറ്റിയും. ഇത് എത്രത്തോളം കേൾക്കുന്നുണ്ടോ അത്രത്തോളം ഇമ്പോർട്ടൻറ്റും തന്നെയാണ്. നിങ്ങളുടെ സൈക്കോളജിക്കൽ ടെസ്റ്റിങ്ങിൽ മേജോറിറ്റി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഈ ഒരു ഭാഗത്തു നിന്നാണ് കൂടുതലായിട്ട് ചോദിക്കാറുള്ളത്. അപ്പം അതിൻ്റെ കറക്റ്റായിട്ട് അതിൻ്റെ മീനിങ് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് നോക്കുക. സോ ഒരു പേഴ്സൺ 2 പ്രാവശ്യം ഒരു ടൈം ഗ്യാപ്പിൻ്റെ രീതിയിൽ 2 പ്രാവശ്യം ഒരു ടെസ്റ്റ് നടത്തിയെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ കണ്ടക്ട് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അയാൾ അത് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അയാൾക്ക് കിട്ടുന്ന റിസൾട്ട്സ് എന്തായിരിക്കണം, ആ 2 പ്രാവശ്യവും ഒരേപോലെ ആയിരിക്കണം. അയാളുടെ കണ്ടീഷൻസ് ഒക്കെ സെയിം ആയിട്ട്, അല്ലെങ്കിൽ ഒന്നും മാറാതെ അതേ രീതിയിൽ കണ്ടക്ട് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്ന റിസൾട്ട് എന്തായിരിക്കണം, 2 പ്രാവശ്യവും കണ്ടക്ട് ചെയ്തപ്പോൾ കിട്ടുന്ന റിസൾട്ട് എന്തായിരിക്കണം, സെയിം ആയിരിക്കണം, അതായത് കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. ഇതാണ് നമ്മൾ ഐറ്റം റിലയബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇപ്പം ഇഫ് എ ക്വസ്റ്റ്യൻ ഗിവ്സ് റാൻഡം റിസൾട്ട്സ് ഈച്ച് ടൈം ഇറ്റ്സ് അൺറിലയബിൾ. അപ്പം നിങ്ങളിപ്പം ഒരു ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് കണ്ടക്ട് ചെയ്തു, അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ടും ഒരു വീക്കിന് ശേഷം ആ ടെസ്റ്റ് പിന്നെയും അയാളിൽ തന്നെ കണ്ടക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ടും രണ്ടും ഡിഫറെൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ ആ ഒരു ഐറ്റം അല്ലെങ്കിൽ ആ ഒരു ടെസ്റ്റ് എന്താണ്, അൺറിലയബിൾ ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇഫ് ഇറ്റ് കൺസിസ്റ്റൻ്റ്ലി റിഫ്ലെക്ട്സ് എ പേഴ്സൺ സ്കിൽ ഓർ നോളജ് ഇറ്റ്സ് റിലയബിൾ. തിരിച്ചാണെന്നുണ്ടെങ്കിൽ അത് റിലയബിളും ആണ്. സോ ഇറ്റ് ടോക്സ് അബൌട്ട് കൺസിസ്റ്റൻസി ഓവർ ടൈം, നോട്ട് അബൌട്ട് കമ്പാരിസൺ ബിറ്റ്വീൻ ഐറ്റം പെർഫോമൻസ് ആൻഡ് ടോട്ടൽ ടെസ്റ്റ് പെർഫോമൻസ്. അപ്പം നമ്മുടെ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ ഇതെന്താണ്, കൺസിസ്റ്റൻസി ഓവർ ടൈം മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. റിലയബിലിറ്റി എന്ന് പറയുന്നത് അല്ലാതെ എന്തല്ല, ഐറ്റം പെർഫോമൻസും ടോട്ടൽ ടെസ്റ്റ് പെർഫോമൻസും തമ്മിൽ ഇത് വലിയ ബന്ധമായിട്ടൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. ഇനി ഐറ്റം വാലിഡിറ്റി. Item validity tells us whether a particular item actually measures what it is supposed to measure. അപ്പം വാലിഡിറ്റി അല്ലെങ്കിൽ ഐറ്റം വാലിഡിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ആ ഒരു ഐറ്റം എന്താണോ കണ്ടുപിടിക്കാനായിട്ട് മെഷർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ് മെഷർ ചെയ്യുന്നത് എന്നുള്ളതാണ് എന്ത് വാലിഡിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
സോ എക്സാമ്പിൾ ആയിട്ട് ഇഫ് എ മാത്ത് ടെസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് മെന്റ് ടു ടെസ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ബട്ട് ഇറ്റ് ഇസ് റിയലി ഡിപ്പെൻഡ്സ് ഓൺ റീഡിംഗ് കോംപ്രിഹെൻഷൻ ദെൻ ഇറ്റ് ഹാസ് പുവർ വാലിഡിറ്റി. ഇപ്പോൾ ഒരു മാത്സ് ടെസ്റ്റ് നടത്തുകയാണ്, അതിൽ മൾട്ടിപ്ലിക്കേഷൻ്റെ കാര്യമാണ് അവർ നോക്കുന്നത്, പക്ഷെ അവരുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ട് കാട്ടുന്നത് എന്താണ്, കോംപ്രിഹെൻഷൻ ആയിട്ടല്ല, റീഡിംഗ് കോംപ്രിഹെൻഷൻ ആണ് അത് ഇൻറ്റൻറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതെന്താണ്, ഒരു പുവർ വാലിഡിറ്റി ടെസ്റ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പം ഇഫ് ഇറ്റ് ട്രൂലി ടെസ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ സ്കിൽ ഇറ്റ് ഹാസ് ഹൈ വാലിഡിറ്റി. അപ്പം മൾട്ടിപ്ലിക്കേഷൻ സ്കില്ല് തന്നെയാണ് അവർ, അല്ലെങ്കിൽ ആ ഒരു ടെസ്റ്റ് കൊണ്ട് അവർ ഇൻറ്റൻറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഐറ്റംസ് ഇൻറ്റൻറ്റ് ചെയ്യുന്നത്, അതാണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതെന്താണ്, ഹൈ വാലിഡിറ്റി ആയിരിക്കും. ഇനി വാലിഡിറ്റി ഈസ് അബൌട്ട് അക്യുറസി ഓഫ് മെഷർമെന്റ്, നോട്ട് അബൌട്ട് റിലേഷൻ ബിറ്റ്വീൻ ദ ഐറ്റം ആൻഡ് ദ ടോട്ടൽ ടെസ്റ്റ് സ്കോർ. ഇപ്പം നമ്മൾ ക്വസ്റ്റ്യനായിട്ട് ബന്ധപ്പെടുത്തി നോക്കുന്ന സമയത്ത് എന്താണ്, ടെസ്റ്റ് സ്കോറും ഐറ്റമുമായിട്ട് ഇതിന് വലിയ ബന്ധമൊന്നുമില്ല. അത് അക്യുറസി ഓഫ് മെഷർമെന്റ് അക്യുറസി മാത്രമാണ് എന്ത് ചെയ്യുന്നത്, അത് ഡിനോട്ട് ചെയ്യുന്നത്. സോ നമ്മളുടെ ഫസ്റ്റ് PYQ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും, അപ്പം ഈ ടെസ്റ്റ് സ്കോറും കൂടാതെ ഒരാൾ ഒരു ക്വസ്റ്റ്യൻ കറക്റ്റ് ആക്കി കഴിഞ്ഞാൽ ദ ഹോൾ ടെസ്റ്റ് കറക്റ്റ് ആയിരിക്കും എന്നുള്ളത് നമുക്ക് ഏത് ആണ് ആൻസർ ആയിട്ട് വരിക, ഐറ്റം ഡിസ്ക്രിമിനബിലിറ്റി. സോ നമ്മളുടെ ആൻസർ എന്താണ്, ഓപ്ഷൻ നമ്പർ 2. ഇനി സെക്കൻഡ് PYQ, ഇത് ജൂൺ 2025 ചോദിച്ച ചോദ്യമാണ്. അപ്പം ഡാഷ് ഇൻഡെക്സ് ഇസ് ദ യൂസ്ഫുൾ ടൂൾ ഫോർ ഐഡന്റിഫൈങ് പ്രൊപ്പോർഷൻ ഓഫ് റെസ്പോണ്ടൻസ് ഗിവിംഗ് കറക്റ്റ് റെസ്പോൺസ് ടു എൻ ഐറ്റം. അപ്പം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരിക്കുന്ന അതേ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ അതേ ഓപ്ഷൻസ് തന്നെയാണ് വന്നിരിക്കുന്നത്. എന്താണ് നമ്മളുടെ ആൻസർ വരിക, ഡാഷ് ഇൻഡെക്സ് ഇസ് ദ യൂസ്ഫുൾ ടൂൾ ഫോർ ഐഡന്റിഫൈങ് പ്രൊപ്പോർഷൻ ഓഫ് റെസ്പോണ്ടൻസ് ഗിവിംഗ് കറക്റ്റ് റെസ്പോൺസ് ടു എൻ ഐറ്റം. അപ്പം ഒരു ഐറ്റം എത്രത്തോളം കറക്റ്റ് റെസ്പോൺസ് തന്നിട്ടുണ്ട് എന്നുള്ളതിൻ്റെ പ്രൊപ്പോർഷൻ കണ്ടുപിടിക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്, ഐറ്റം ഡിഫിക്കൽറ്റി ആണ് അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞു P=R/T, എത്രത്തോളം ആൾക്കാർ കറക്റ്റായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കുന്നത് ഐറ്റം ഡിഫിക്കൽറ്റി വഴിയാണ്. സോ നമ്മളുടെ ആൻസർ എന്താണ്, ഓപ്ഷൻ 4, ഐറ്റം ഡിഫിക്കൽറ്റി. പിന്നെ വരുന്നത് നമ്മൾ 2 PYQ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. രണ്ടിൻ്റെ ഓപ്ഷൻസ് സെയിം ആയിരുന്നു. അപ്പോൾ ഈ 4 ഓപ്ഷൻസ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം എന്താണ് ഈ 2 ആൻസറും നിങ്ങൾക്ക് നല്ല രീതിയിലായിട്ട് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഇനി തേർഡ് ക്വസ്റ്റ്യൻ, which of the following is defined by the number of people who get a particular item correct for a test that measures achievement or ability. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ സാമ്യമായിട്ടുള്ള ആൻസർ എന്താണെന്ന് നിങ്ങൾക്ക് ഇതിനോടകം തന്നെ മനസ്സിലായിട്ടുണ്ടാവും. നമുക്ക് ഓപ്ഷൻസ് വന്നിരിക്കുന്ന ഐറ്റം ഡിഫിക്കൽറ്റി, ഐറ്റം വാലിഡിറ്റി, ക്രൈറ്റീരിയൻ വാലിഡിറ്റി, ഐറ്റം റിലയബിലിറ്റി. സോ ഒരു ഓപ്ഷൻ എക്സ്ട്രാ വന്നത് എന്താണ്, ക്രൈറ്റീരിയൻ വാലിഡിറ്റി ആണ് അല്ലേ. ഐറ്റം ഡിഫിക്കൽറ്റി എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പ്രൊപ്പോർഷൻ കണ്ടുപിടിക്കുക, എത്രത്തോളം ആൾക്കാർ കറക്റ്റ് ആയിട്ട് ഒരു പെർട്ടിക്കുലർ ഐറ്റം കണ്ടുപിടിച്ചിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നതാണ് എന്ത്, ഐറ്റം ഡിഫിക്കൽറ്റി എന്ന് പറയുന്നത്. ഐറ്റം വാലിഡിറ്റി നമ്മൾ പറഞ്ഞു, എന്താണോ അവർ മെഷർ ചെയ്യുന്നത് അത് തന്നെയാണ് ഇൻറ്റൻറ്റ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കുന്നതാണ് എന്ത്, ഐറ്റം വാലിഡിറ്റി എന്ന് പറയുന്നത്. ക്രൈറ്റീരിയൻ വാലിഡിറ്റി എന്താ, ക്രൈറ്റീരിയൻ വാലിഡിറ്റി റെഫേഴ്സ് ടു ഹൗ വെൽ ദ ടെസ്റ്റ് സ്കോർസ് കോറിലേറ്റ് വിത്ത് ആൻ എക്സ്റ്റേണൽ ക്രൈറ്റീരിയൻ. അപ്പം നമ്മളുടെ ടെസ്റ്റ് സ്കോർസ് ഒരു എക്സ്റ്റേണൽ ക്രൈറ്റീരിയനുമായിട്ട് എത്രത്തോളം കോറിലേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് എന്ത്, ക്രൈറ്റീരിയൻ വാലിഡിറ്റി. അപ്പം റിയൽ ലൈഫ് ഔട്ട്കം ഓർ അനദർ എസ്റ്റാബ്ലിഷ്ഡ് മെഷർ എന്തോ ആയിക്കോട്ടെ, അപ്പോൾ റിയൽ ലൈഫ് ഔട്ട്കം ആവാം, അല്ലെങ്കിൽ ഒരു വേറെ എന്തെങ്കിലും ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള മെഷർ ആവാം. അപ്പം ഒരു എക്സ്റ്റേണൽ ക്രൈറ്റീരിയനുമായിട്ട് എത്രത്തോളം നമ്മുടെ ടെസ്റ്റ് സ്കോർ കോറിലേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് എന്ത്, ക്രൈറ്റീരിയൻ വാലിഡിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എക്സാമ്പിൾ ആയിട്ട് നോക്കുകയാണെങ്കിൽ, if scores on an aptitude test correlate highly with later job performance, the test has high criterion validity. അപ്പം നമ്മളൊരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്കോർസ് ഒരു ലേറ്റർ ജോബ് പെർഫോമൻസുമായിട്ട് ഹൈലി കോറിലേറ്റ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതെന്താണ്, ഒരു ഹൈ ക്രൈറ്റീരിയൻ വാലിഡിറ്റി ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പം ഇതെന്താണ്, ഒരു ഓൾ ടെസ്റ്റിനെ പറ്റിയിട്ടാണ്, അല്ലാതെ ഒരു ഇൻഡിവിജ്വൽ ഐറ്റത്തിനെ പറ്റിയിട്ടല്ല ക്രൈറ്റീരിയൻ വാലിഡിറ്റി പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഓപ്ഷൻ നമുക്ക് എന്താക്കാൻ പറ്റും, നമ്മളുടെ ക്വസ്റ്റ്യനെ സംബന്ധിച്ചിടത്തോളം ആൻസർ ആയിട്ട് വരാൻ സാധ്യതയില്ലെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഐറ്റം റിലയബിലിറ്റി നമ്മൾ പറഞ്ഞ് കൺസിസ്റ്റൻസി ആണ്, അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി ഓഫ് ആൻ ഐറ്റംസ് മെഷർമെൻ്റ് ആണ് എന്ത്, ഐറ്റം റിലയബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നമ്മളുടെ PYQ3, which of the following is defined by the number of people who get a particular item correct. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പെർട്ടിക്കുലർ ഐറ്റം കറക്റ്റ് ആണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്, ഐറ്റം റിലയബിലിറ്റി. അപ്പം നമ്മളുടെ ആൻസർ എന്താണ്, ഓപ്ഷൻ 1. ഓക്കെ. സോ ഇനി നമ്മളുടെ 4ാമത്തെ PYQ എന്താണ്, എ സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റ് ഇൻ സൈക്കോളജി കൺസിസ്റ്റ് ഓഫ്. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എന്ത്,
സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റ് ഇൻ സൈക്കോളജി കൺസിസ്റ്റ് ഓഫ്. ഒരു സൈക്കോളജിയിലെ സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റിന് എന്തെല്ലാമാണ് ആവശ്യം, എന്തൊക്കെ പ്രോപ്പർട്ടീസ്, സൈക്കോമെട്രിക് പ്രോപ്പർട്ടീസ് ആണ് ആവശ്യം എന്നാണ് ചോദിക്കുന്നത്. ഏതാണ്? ഒന്ന് ഓപ്ഷൻ എ റിലയബിലിറ്റി തന്നിട്ടുണ്ട്, ബി വാലിഡിറ്റി തന്നിട്ടുണ്ട്, സി മാക്സിമം ഐറ്റംസ് തന്നിട്ടുണ്ട്, ഡി ഡിഫിക്കൽട്ട് ലാംഗ്വേജ്. ഈ 4 ഓപ്ഷൻസ് ആണ് ഉള്ളത്. അതിൽ ഏതൊക്കെയാണ് ഓപ്ഷൻസ് ആയിട്ട് തന്നിരിക്കുന്നത്? എ ആൻഡ് ബി ഓൺലി, എ ആൻഡ് സി ഓൺലി, ബി ആൻഡ് സി ഓൺലി, സി ആൻഡ് ഡി ഓൺലി. കുറച്ചും കൂടി എളുപ്പമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റ് ഇൻ സൈക്കോളജി എന്ന് പറയുന്നത് എന്താണ്? എ സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റ് ഇൻ സൈക്കോളജി ഇസ് one that is scientifically developed, tested and scored under uniform conditions. അപ്പം ഒരു സൈക്കോളജിയിലുള്ള സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു സയന്റിഫിക്കലി ഡെവലപ്ഡ് ആയിട്ടുള്ള ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്കോഡ്, ഒരു യൂണിഫോം കണ്ടീഷൻസിലൊക്കെ സ്കോഡ് ചെയ്യാൻ പറ്റുന്നൊക്കെ ഒരു ടെസ്റ്റ് ആണ് എന്ത്? നമ്മളുടെ സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ബിൽഡ് ടു എൻഷുർ എന്തൊക്കെയാണ്? അക്യുറസി, കൺസിസ്റ്റൻസി ആൻഡ് ഫെയർനെസ്. കൂടാതെ എന്ത് വേണം? അത് അക്യുറസി ആയിട്ട് ഉള്ളതായിരിക്കണം, കൺസിസ്റ്റന്റ് ആയിരിക്കണം, കൂടാതെ ഫെയറും ആയിരിക്കണം എന്നാണ് പറയുന്നത്. സോ സച്ച് എ ടെസ്റ്റ് മസ്റ്റ് മീറ്റ് 2 മെയിൻ സൈക്കോമെട്രിക് പ്രോപ്പർട്ടീസ്. അപ്പം ഇങ്ങനത്തെ ഒരു സ്റ്റാൻഡർഡൈസ്ഡ് സൈക്കോളജിക്കൽ ടെസ്റ്റിന് മെയിൻ ആയിട്ട് 2 സൈക്കോമെട്രിക് പ്രോപ്പർട്ടീസ് ആണ് ആവശ്യം. അതാണ് ഏത്? ഒന്ന് റിലയബിലിറ്റിയും ഒന്ന് നമ്മളുടെ വാലിഡിറ്റിയും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ്? റിലയബിലിറ്റി എന്ന് പറയുന്നത് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുന്നതായിരിക്കണം. സിമിലർ കണ്ടീഷൻസിൽ നമ്മൾ ഒരു ടൈം ഗ്യാപ്പിൽ, ഒരു ടൈം പീരീഡിൽ നമ്മൾ എന്ത് ചെയ്യാണ്? ഒരേ ടെസ്റ്റ് ഒരേ ആൾക്കാരിൽ നടത്തുകയാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് നമുക്ക് എന്തായിരിക്കണം? കിട്ടിയിരിക്കണം. കൂടാതെ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നെങ്കിൽ എന്താ? ഇഫ് യു ടേക്ക് ആൻ IQ ടെസ്റ്റ് ടുഡേ ആൻഡ് അഗെയിൻ ആഫ്റ്റർ എ വീക്ക് യുവർ സ്കോർ ഷുഡ് ബി സിമിലർ ഇഫ് ദ ടെസ്റ്റ് ഇസ് റിലയബിൾ. അങ്ങനെയാണെങ്കിൽ ആ ഒരു ടെസ്റ്റ് റിലയബിൾ ആണ് എന്ന് പറയാൻ പറ്റുള്ളൂ. റിലയബിലിറ്റി ensures that the test is dependable and stable over time. ഈ ഒരു ടെസ്റ്റിനെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഓവർ ടൈം, ഇത് കുറേ കാലം കഴിയുമ്പോൾ ഇത് സ്റ്റേബിൾ ആയിട്ട് നിലനിൽക്കും എന്ന് പറയുന്നതാണ് എന്ത്? റിലയബിലിറ്റി. സോ നെക്സ്റ്റ് എന്താണ്? നമ്മളുടെ വാലിഡിറ്റി ആണ്. അപ്പം റിലയബിലിറ്റിയും വാലിഡിറ്റിയും ആണ് മെയിൻ ആയിട്ട് ഒരു സ്റ്റാൻഡർഡൈസ്ഡ് സൈക്കോളജിക്കൽ ടെസ്റ്റിൽ വരുന്ന 2 സൈക്കോമെട്രിക് പ്രോപ്പർട്ടീസ്. അപ്പം ഇതിൻ്റെ വാലിഡിറ്റി ആയിട്ട് നമ്മൾ എന്താ പറയുന്നത്? വാലിഡിറ്റി എന്ന് പറയുന്നത് നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് തന്നെ മെഷർ ചെയ്യുന്നുണ്ട് ഒരു ടെസ്റ്റ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ ഒരു ഐറ്റം, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യനർ എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതെന്താണ്? വാലിഡ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പം എക്സാമ്പിൾ ആയിട്ട് ഒരു ഡിപ്രഷൻ സ്കെയിൽ ഷുഡ് ആക്ച്വലി മെഷർ ഡിപ്രസീവ് സിംറ്റംസ് നോട്ട് ആങ്സൈറ്റി ഓർ സ്ട്രെസ്. അപ്പം ഒരു ഡിപ്രഷൻ സ്കെയിലാണ് ഞാൻ എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് ശരിക്കും ഡിപ്രഷൻ തന്നെ മെഷർ ചെയ്യണം. അത് ആങ്സൈറ്റിയോ സ്ട്രെസ്സോ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ടെസ്റ്റ് വാലിഡ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. വാലിഡ് ആണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അത് ഡിപ്രഷൻ തന്നെ മെഷർ ചെയ്യണം. അപ്പം വിത്തൗട്ട് വാലിഡിറ്റി ഈവൻ എ റിലയബിൾ ടെസ്റ്റ് ഇസ് മീനിങ്ലെസ് ബിക്കോസ് ഇറ്റ് ഡസൻറ്റ് അസസ് ദ ഇൻറ്റൻഡഡ് കൺസ്ട്രക്റ്റ്. അപ്പം ഉദ്ദേശിക്കുന്ന കാര്യം ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് കൺസിസ്റ്റന്റ് ആണ്, അല്ലെ റിലയബിൾ ആണ് എന്ന് പറഞ്ഞിട്ട് പോലും എന്തില്ല, കാര്യമില്ല എന്നാണ് പറയുന്നത്. സോ പിന്നെ വരുന്നത് എന്താണ്? മാക്സിമം ഐറ്റംസ് ആണ്. നമ്മളുടെ ഓപ്ഷൻസിൽ വന്ന 3ാമത്താണ് മാക്സിമം ഐറ്റംസ്. അപ്പം എ ടെസ്റ്റ് ഡസ് നോട്ട് നീഡ് ടു ഹാവ് ദ മാക്സിമം നമ്പർ ഓഫ് ഐറ്റംസ്. ഇൻഫാക്ട് ടു മെനി ഐറ്റംസ് ക്യാൻ മേക്ക് ഇറ്റ് ടയറിംഗ് ഓർ ഇറലവൻറ്റ്. അപ്പോൾ ഒരു ടെസ്റ്റിന് കൂടുതൽ ഐറ്റംസ് വേണം എന്ന് ഇല്ല. കൂടുതൽ ഐറ്റംസ് ഉണ്ടെങ്കിൽ തന്നെ അതൊരു നെഗറ്റീവായിട്ടാണ് നമുക്ക് ബാധിക്കാൻ പോകുന്നത്. കൂടുതൽ ടയറിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ ഇറലവൻ്റ് ആയിട്ടൊക്കെ നമുക്കത് കണക്കാക്കാം. അപ്പം ക്വാളിറ്റിയും റെലവൻസും മാത്രമാണ് നമ്മൾ നോക്കുന്നത്. എത്രത്തോളം ഐറ്റംസ് കൂടുന്നതിനനുസരിച്ച് ഒരു ടെസ്റ്റ് സ്റ്റാൻഡർഡൈസ്ഡ് ആവുമോ അല്ലെങ്കിൽ റെലവൻ്റ് ആവുമോ ചെയ്യില്ല. ഇനി ഡിഫിക്കൽട്ട് ലാംഗ്വേജ് വേണോ? ഒരിക്കലും വേണ്ട, അല്ലേ? കാരണം എന്താണ്? ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റിൽ നമ്മൾ ക്ലിയർ ആയിട്ട്, സിമ്പിൾ ആയിട്ട്, അല്ലെങ്കിൽ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ലാംഗ്വേജ് യൂസ് ചെയ്യണം. കൂടുതൽ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ലാംഗ്വേജ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ എന്താണ്? വാലിഡിറ്റിനെയും ഫെയർനെസ്സിനെയും ബാധിക്കും എന്നാണ് പറയുന്നത്. സോ നമ്മളുടെ ഓപ്ഷൻസ് എന്താ വരിക? ഓപ്ഷൻ എ ആൻഡ് ഓപ്ഷൻ ബി. ഏതാണ്? എ ആൻഡ് ബി ഓൺലി. നമ്മളുടെ ഓപ്ഷൻസിലെ ഫസ്റ്റ് ആൻസർ എന്താ വരുന്നത്? എ ആൻഡ് ബി ഓൺലി. അപ്പം ഇതോടുകൂടി നമ്മളുടെ സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ് എന്ന് പറയുന്ന നമ്മളുടെ ഓൾ മൊഡ്യൂൾ പാർട്ട് 5 കൂടി അവസാനിക്കുകയാണ്. നമ്മൾ എൻലൈറ്റ് എന്ന് പറയുന്നത് എഡ്ഫിൽ ഒരുക്കുന്ന ഒരു ഫ്രീ കോഴ്സാണ്. അതിൽ നിങ്ങൾക്ക് PYQ അനാലിസിസ് ബേസ് ചെയ്തിട്ടുള്ള വീഡിയോസ് കാണാം. അതായത് ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങൾക്ക് വാട്സപ്പിൻ്റെ കമ്മ്യൂണിറ്റി ലിങ്ക് ഉണ്ട്. നിങ്ങൾ അതിൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോൾസ് തേഴ്സ്ഡേ PYQ ബേസിസിലുള്ള 5 ക്വസ്റ്റ്യൻസ് കൂടാതെ നോട്ട്സും കാര്യങ്ങളൊക്കെ തന്നെ ഷെയർ ചെയ്ത് ലഭിക്കുന്നതാണ്. സോ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.